വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാനിപ്പോൾ ഈ പ്രോഗ്രാം വഴി ചെയ്യുന്നത്. 2 പ്രസംഗങ്ങൾ അടുത്ത കാലത്ത് പരിശുദ്ധ പിതാവ് നടത്തി. മെയ് 12 നമുക്കറിയാം, തിങ്കളാഴ്ചയായിരുന്നു. മാർപ്പാപ്പ മാധ്യമ പ്രവർത്തകരോട് സംവദിക്കുകയുണ്ടായി, അവർക്ക് സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ വളരെ സംക്ഷിപ്തമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു ബാബേൽ ഗോപുരത്തിൻ്റെ പ്രതീകം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർപ്പാപ്പ പ്രസംഗിച്ചത്. ബാബേൽ ഗോപുരം നമുക്കറിയാം, ആളുകളെ പഴയ നിയമത്തിലെ വലിയൊരു പ്രതീകമാണ്. ആളുകളെല്ലാം ചിതറിപ്പോയ സംഭവമാണ്. അവരുടെ ഭാഷ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ വന്ന കാര്യമാണ്. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, ബാബേൽ ഗോപുരം എന്താണ്? പരസ്പരം നമ്മെ അകറ്റുന്ന ആശയങ്ങൾക്കും ഐക്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങൾക്കുമുള്ള പ്രതീകമാണ്. അതിനെ ആ തരത്തിൽ മാർപ്പാപ്പ അവതരിപ്പിക്കുകയാണ്. പരസ്പരം നമ്മെ അകറ്റുന്ന ആശയങ്ങൾ, ചില ആശയങ്ങൾ പരസ്പരം അകറ്റുന്നവയാണ്. അതുപോലെ തന്നെ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ, അതിനെയാണ് ഇവിടെ മാർപ്പാപ്പ ഈ ബാബേൽ ഗോപുരം കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്കറിയാവില്ല, അതിന് ഒരു എതിരായി വന്നത് പന്തക്കുസ്താ ദിനത്തിലാണ്. പന്തക്കുസ്താ ദിനത്തിൽ നാനാദേശത്ത് നിന്ന് വന്ന ആളുകൾ എല്ലാവരും പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് എല്ലാവരും ഒന്നിച്ചു. രക്ഷയുടെ വലിയ പ്രവർത്തനമാണ് അവിടെ നടന്നത്. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, ഈ ബാബേൽ ഗോപുരത്തിന് പുറത്തേക്ക് നമ്മെ നയിക്കുന്ന മഹത്തായ ശുശ്രൂഷയാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനവും പത്രപ്രവർത്തനവും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ബാബേൽ ഗോപുരം അടഞ്ഞിരിക്കുകയാണ്, അകറ്റുകയാണ്, ഐക്യം തകർക്കുകയാണ്. ഇവിടെ അത് ഉണ്ടാകരുത്. യഥാർത്ഥ ശരിയായ പത്രപ്രവർത്തനം, മാധ്യമ പ്രവർത്തനം എന്ത് ചെയ്യണം? ഒരു വലിയ ശുശ്രൂഷയാണത്. നമ്മെ എല്ലാവരെയും ഒന്നിച്ച് പുറത്തേക്ക് നയിക്കുന്ന മഹത്തായ ഒരു ശുശ്രൂഷയാണ് എന്ന് പരിശുദ്ധ പിതാവ് അവരോട് പറഞ്ഞു. 6000-ലധികം മാധ്യമ പ്രവർത്തകരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അവർക്ക് പരിശുദ്ധ പിതാവ് നന്ദി പറയുന്നുണ്ട്. നമുക്ക് അവസാനം ഈ ലോകമെങ്ങുമുള്ള എല്ലാ രാജ്യത്തു നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർ ഒന്നിച്ചു വന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു പരിശുദ്ധ പിതാവുമായി അവിടെ നടന്നത്. മാർപ്പാപ്പ അവരോട് പറഞ്ഞു, പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വാർത്തകളുടെ വിതരണം മാത്രമല്ല. ഇന്ന് നമ്മൾ അത് കാണുന്നുണ്ട്. വാർത്ത അറിയിക്കാൻ വേണ്ടിയുള്ള വലിയൊരു വ്യഗ്രതയുണ്ട്. ആദ്യം അറിയിക്കാൻ, എക്സ്ക്ലൂസീവായിട്ട് അറിയിക്കാനുള്ളൊരു വ്യഗ്രതയുണ്ട്. പക്ഷെ അത് മാത്രമല്ല വിതരണം. വാർത്തകളുടെ വിതരണ അറിയിപ്പ് മാത്രമല്ല, മാനവിക ഐക്യത്തിലേക്ക് നയിക്കുന്ന ചർച്ചകളുടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗം കൂടിയാണ് ഇത് എന്ന കാര്യം മറക്കരുത്. മാർപ്പാപ്പ പറയുകയാണ്, വെറും വാർത്തകൾ അറിയിച്ചത് കൊണ്ട് ആയില്ല. മാനവിക ഐക്യത്തിലേക്ക് നയിക്കുന്ന ചർച്ചകളാണ് നടക്കേണ്ടത്. അതുപോലെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം അതിന് ഉപയോഗപ്പെടുത്തണം. വലിയ ഒരു ദാനം, ദൈവത്തിൻ്റെ ഒരു ദാനമാണിത് എന്ന് സഭ അടുത്ത കാലത്തെല്ലാം പഠിപ്പിക്കുന്നതാണ്. വലിയൊരു അനുഗ്രഹമാണ് മാധ്യമം ഉപകരണങ്ങളെല്ലാം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെല്ലാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് അത്യന്താപേക്ഷിതമായ ഒരു മിഷൻ പ്രവർത്തനമാണ് എന്നും മാർപ്പാപ്പ പറഞ്ഞു. ഒരു സഭാപരമായ ഒരു പ്രയോഗം പറഞ്ഞാൽ, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മിഷൻ പ്രവർത്തനമാണ്.
ഇവിടെ മാർപ്പാപ്പ പ്രത്യേകം നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു. അതാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞു. ലോക നന്മയ്ക്കായി അനന്തമായ സാധ്യതകളാണ് നിർമ്മിത ബുദ്ധി നൽകുന്നത് എന്ന് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. ലോക നന്മയ്ക്ക് അത് ഉപകരിക്കും. പക്ഷേ ഉത്തരവാദിത്തപരമായ ഉപയോഗവും അത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലാതെ, മനുഷ്യരെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ, സമഗ്ര കാഴ്ചപ്പാടില്ലാതെ അത് ഉപയോഗിച്ചാൽ അത് അപകടകരമാണ് എന്ന് പറയാനും മാർപ്പാപ്പ മടിച്ചില്ല. കഠിനമായ വെല്ലുവിളികൾ ഉള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളാണ് ലോകം ഇന്ന് നേരിടുന്നത്. അവയിൽ നിന്നുള്ള ഒളിച്ചോട്ടം നമുക്ക് ഇന്ന് സാധ്യമല്ല. അതില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടി പോകാൻ നമുക്ക് വെല്ലുവിളികൾ അവിടെയുണ്ട്. പക്ഷേ പരിമിതികളിൽ ഒളിച്ചിരിക്കാതെ പല ആളുകളും അതുകൊണ്ട് ഇതിനെ പ്രശ്നത്തെ നേരിടുന്നില്ല. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മാധ്യമപ്രവർത്തകർ, പത്രപ്രവർത്തകർ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് പാപ്പ പറയുകയാണ്. തങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. മാർപ്പാപ്പ സഭയെപ്പറ്റിയും പറഞ്ഞു. സഭ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെ അവഗണിച്ചുകൊണ്ടല്ല, ഒഴിവാക്കിക്കൊണ്ടുമല്ല. വാർത്താവിനിമയവും പത്രപ്രവർത്തനവും ഒക്കെ മാർപ്പാപ്പ പറയുകയാണ്, കാലാതീതമല്ല, കാലത്തിനതീതമല്ല. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു ഉത്തരണി, അഗസ്റ്റീനിയൻ സഭയിൽപ്പെട്ട ആളാണല്ലോ മാർപ്പാപ്പ, ആ സമൂഹത്തിലെ ആ ചൈതന്യം പേറുന്ന ആളാണ്. അത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അഗസ്റ്റിൻ്റെ മകനാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദ്ധരണി ഇവിടെ പറഞ്ഞു, അഗസ്റ്റിൻ എഴുതിയതാണ്. നമ്മൾ നന്നായി ജീവിച്ചാൽ, നോക്കണം, വളരെ മനോഹരമാണ്, നമ്മൾ നന്നായി ജീവിച്ചാൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും നല്ലതാണ്. നമ്മളെ ആശ്രയിച്ചാണ് ലോകം ഇരിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തം അതാണ്. നമ്മൾ നന്നായി ജീവിച്ചാൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും നല്ലതാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമ്മൾ തന്നെയാണ്. അഗസ്റ്റിൻ പറഞ്ഞത് അതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ തന്നെ, നമ്മളാണ് അതിനെ സൃഷ്ടിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. സഭയും നമ്മൾ തന്നെയാണ്, നാം തന്നെയാണ്. സഭ എന്തായിരിക്കണം, എങ്ങനെയെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ വാക്കുകളും പ്രവർത്തനവും വഴിയാണ്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. പത്രപ്രവർത്തനമൊക്കെ കാലാതീതമായ ഒരു പ്രവർത്തനത്തെക്കാൾ ഇന്നിൽ നടക്കേണ്ടതാണ്. ഇന്നത്തെ ലോകത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള വലിയ ഉപകരണമാണ് നമ്മുടെ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ. പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പായുടെ ലോക സാമൂഹിക മാധ്യമ ദിനത്തിന് നൽകിയ സന്ദേശത്തിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ തുടർന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ മാധ്യമ ദിനത്തിൻ്റെ സന്ദേശം എഴുതിയിട്ടാണ് പോയിരിക്കുന്നത്. അത് എല്ലാ വിധത്തിലുമുള്ള തീവ്ര നിലപാടുകളിൽ നിന്നും വെറുപ്പിൽ നിന്നും പത്രപ്രവർത്തനത്തെ നമുക്ക് വിമുക്തമാക്കാം. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ അത് സ്വന്തമാക്കുകയാണ് ഇവിടെ ലയോ 14 മാർപ്പാപ്പ. എല്ലാ വിധത്തിലുമുള്ള തീവ്ര നിലപാടുകൾ അത് അപകടകരമാണ്. വെറുപ്പിൽ നിന്നുണ്ടാകുന്നതും നമുക്ക് മനുഷ്യർക്കാർക്കും നന്മയുണ്ടാക്കില്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് പത്രപ്രവർത്തനത്തെ വിമുക്തമാക്കാനുള്ള ആഹ്വാനം, മാധ്യമപ്രവർത്തനത്തെ വിമുക്തമാക്കാനുള്ള ആഹ്വാനം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കൊല്ലത്തെ മാധ്യമ ദിന സന്ദേശത്തിൽ എഴുതിയിട്ടുണ്ട്. ആക്രമണോത്സുകമായ പത്രപ്രവർത്തനം പരസ്പരം അകറ്റുകയുള്ളൂ എന്നും ലയോ 14 മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. ആക്രമണോത്സുകമായ പത്രപ്രവർത്തനം അഗ്രസീവായിട്ട് നടത്തുന്നതും ശരിയല്ല. എന്നാൽ മറ്റുള്ളവരെ ശ്രവിക്കുന്ന ഒന്നാണ് നമുക്ക് വേണ്ടത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം സമൂഹത്തിൽ കേൾപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് ആവശ്യമെന്ന് പരിശുദ്ധ പിതാവ് ഇവരോട് പറഞ്ഞു. അത് ലോകത്തോട് പറയുന്ന സന്ദേശമാണ്.
മാധ്യമങ്ങൾ വലിയ ശക്തിയാണല്ലോ. അത് നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ ദാനമാണ്, വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിലേക്കാണ് വരുന്നത്. സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റുള്ളവരെ ശ്രവിക്കാൻ നമുക്ക് ഇടയാകണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ചിന്തകളും അത് പ്രധാനപ്പെട്ടതാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകണം. അവരാണ് എപ്പോഴും അവഗണിക്കപ്പെടുന്നത്. അതും മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. നമുക്ക് ആദ്യം ഇവിടെ മനോഹരമായൊരു ചിന്ത മാർപ്പാപ്പ പറഞ്ഞു. നമുക്ക് ആദ്യം വാക്കുകളെ നിരായുധീകരിക്കാം. നല്ല വാക്കുകൾ പറയാം, പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയാം, ഉയർത്തുന്ന ആത്മീയ ഉത്കർഷം നൽകുന്ന വാക്കുകൾ പറയാം. വാക്കുകൾ കൊണ്ട് കൊല്ലുന്ന ആളുകളായി തീരാതിരിക്കാം. അതാണ് പറയുന്നത്. വാക്കുകൾ ഭയങ്കര ആയുധമായി ഉപയോഗിക്കുന്നവരുണ്ട്. മറ്റുള്ളവരെ കൊല്ലാൻ അത് ഇടയാകും. അപ്പം മാർപ്പാപ്പ പറയുകയാണ്, നമുക്ക് ആദ്യം വാക്കുകളെ നിരായുധീകരിക്കാം. അപ്പോൾ ലോകം തന്നെ നിരായുധമാകും, ആയുധമില്ലാത്തതാകും. അതാണ് വരേണ്ടത്. അങ്ങനെ അക്രമവും അനീതിയും ദാരിദ്ര്യവും തുടച്ചു നീക്കുന്ന, മാനുഷിക മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. പരിശുദ്ധ പിതാവ് പറഞ്ഞു. മനോഹരമാണത്. നോക്കിക്കേ, എപ്പോഴും മനുഷ്യരോട് ഉള്ള ഒരു കരുതലാണ്, മനുഷ്യ മഹത്വത്തോടുള്ളൊരു കരുതലാണ് ഈ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത്. അക്രമവും അനീതിയും ദാരിദ്ര്യവും തുടച്ചു നീക്കുന്ന, മനുഷ്യ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇന്ന് വേണ്ടത്. മറ്റൊരു ചിന്ത, സമാധാനം നിറഞ്ഞ ഒരു ലോകത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നിങ്ങളെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് അവരോട് പറഞ്ഞു. സമാധാനം നിറഞ്ഞൊരു ലോകമാണ് വേണ്ടത്. അതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. അപ്പം അങ്ങനെയുള്ള മനുഷ്യർ നിങ്ങളെ പ്രത്യാശാപൂർവം കാത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ ദൗത്യമുണ്ട്, സമാധാനവാഹകരാകാൻ. അവർക്ക് വേണ്ടി മനസാക്ഷിയുടെ നിലപാടുകൾ എടുക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ മനുഷ്യർ, സമാധാനം കാക്ഷിക്കുന്ന ഈ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ മനസാക്ഷിയിൽ ഒരു തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് പാപ്പ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ ഈ പ്രധാനപ്പെട്ട ആശയങ്ങൾ, വളരെ പ്രധാനപ്പെട്ടതാണ്, സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലഘട്ടം തൊട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപ്പറ്റി നല്ല അവബോധത്തോടെയാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചത് എന്നത് പ്രത്യേകം നമുക്ക് സർത്താർഗമാണ്, അഭിമാനകരമാണ്. പിന്നീട് മാർപ്പാപ്പ ചില ആഹ്വാനങ്ങൾ നടത്തി. തൻ്റെ അധികാരം ഉപയോഗിച്ച് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ, നമുക്കറിയാം ഒത്തിരി പേർ ഫ്രീലാൻസായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടേത് അതിക്രമിച്ചുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും. മാർപ്പാപ്പ പറഞ്ഞു, ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തനം നടത്തിയവരെ, തടവിലാക്കപ്പെട്ടവരെല്ലാം വിമോചിപ്പിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. പിന്നീട് തടവിലാക്കപ്പെട്ട ഈ പത്രപ്രവർത്തകരുടെ ദുരിതങ്ങൾ രാഷ്ട്രങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും മനസാക്ഷിയെ വെല്ലുവിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ തന്നെ നേരെ കൊണ്ടുപോകുന്നതിന് അവർ ചെയ്യുന്ന സേവനം വലിയൊരു സേവനമാണ്. അതിനെ കാണണമെന്നതാണ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെയും വിലയേറിയ ദാനം സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കലാകരുത്. അതിൻ്റെ പേരിൽ മറ്റുള്ളവനെ ഇല്ലാതാക്കരുത്. നമ്മോട് ചേരാത്ത അഭിപ്രായങ്ങൾ, ആശയങ്ങൾ പറയുന്നവരെ തള്ളിക്കളയുന്ന നിലപാട് യഥാർത്ഥ മാനുഷികതയുടേതല്ല, സത്യസന്ധതയുടേതല്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം, പത്രപ്രവർത്തനം അത് വിലയേറിയ ദാനമായി സംരക്ഷിക്കാൻ എല്ലാവർക്കും ചുമതലയുണ്ട് എന്ന ആഹ്വാനമാണ്. വീണ്ടും മാർപ്പാപ്പ പറഞ്ഞു, യുദ്ധത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്ന മീഡിയ വ്യക്തികളുണ്ട്. സ്വജീവൻ പോലും പണയപ്പെടുത്തി യുദ്ധമേഖലകളിൽ റിപ്പോർട്ടിംഗ് നടത്തുന്ന മാധ്യമപ്രവർത്തകരുടെ ധൈര്യത്തെ ഞാൻ
ശ്ലാഘിക്കുന്നു, അനുമോദിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് വിലമതിക്കുന്നു എന്ന് ശക്തമായി പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് പിന്നീട് തുടർന്ന് മാർപ്പാപ്പ നന്ദി പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണനിമിഷങ്ങൾ മുതൽ വത്തിക്കാനിലെ സന്ദേശങ്ങൾ ലോകമെങ്ങും എത്തിച്ച മാധ്യമപ്രവർത്തകരെ മാർപ്പാപ്പ നന്ദിപൂർവ്വം അനുസ്മരിച്ചു. അവർക്കോട് ഹൃദയംഗമമായ നന്ദി പറഞ്ഞു. വലിയാഴ്ച, അതിനു മുമ്പേ അവരവിടെ വന്ന വലിയാഴ്ചയിലെ വാർത്തകൾ അറിയിച്ചു. ലോകം മുഴുവനും വത്തിക്കാനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീക്ഷിക്കുന്നുണ്ട്. സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറി. തുടർന്ന് മാർപ്പാപ്പയുടെ വിയോഗം വന്നു. ദുഃഖകരമായ വാർത്ത അക്ഷീണം ലോകത്തെ അറിയിക്കാൻ നിങ്ങൾ തൽപരരായിരുന്നു. അതിന് പ്രത്യേകം നന്ദി എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. മാർപ്പാപ്പ പറഞ്ഞു, മരണദിവസങ്ങൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണദിവസങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയുടേതായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് കഠിനമായ അധ്വാനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അതിന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി. സഭയുടെ സന്ദേശം അതിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിച്ച നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് മാധ്യമപ്രവർത്തകരോട് തൻ്റെ ആ കൂട്ടിക്കാഴ്ച അവസാനിപ്പിച്ചത്. 6000-ഓളം വരുന്ന മാധ്യമപ്രവർത്തകർ വലിയ ഹർഷാരവത്തോടെ മാർപ്പാപ്പയെ സ്വീകരിക്കുകയും വാക്കുകൾ അംഗീകരിക്കുകയും ചെയ്തു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ മാർപ്പാപ്പയുടെ മറ്റൊരു പ്രസംഗം കൂടി ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. അത് മെയ് മാസം 14-ാം തീയതിയാണ് നടന്നത്. നമുക്കറിയാം, ബുധനാഴ്ചയാണ്. ഈ ബുധനാഴ്ചയാണ് അത് നടന്നത്. പൗരസ്ത്യ സഭകളുടെ ഒരു ജൂബിലി ആയിട്ടാണ് അത് ആഘോഷിച്ചത്. എന്ന് പറഞ്ഞാൽ ആഗോള കത്തോലിക്കാ സഭ കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025-ാം വർഷം മഹാജൂബിലിയായി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ സംഘടനകളുടെ, വിവിധ പ്രസ്ഥാനക്കാരുടെ എല്ലാം ജൂബിലിയുണ്ട്. പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷിച്ചത് 12 മുതൽ 14 വരെയുള്ള ഈ മെയ് മാസം തീയതികളിലാണ്. പ്രത്യാശയുടെ ജൂബിലി വർഷാചരണമായിരുന്നു അത്. 24 പൗരസ്ത്യ സഭകൾ കത്തോലിക്കാ സഭയിലുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിൽ തന്നെ 2 പൗരസ്ത്യ സഭകളുണ്ട്. സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 24 സഭാവിഭാഗങ്ങളാണുള്ളത്. അവരുടെ കൂട്ടായ്മയാണ് കത്തോലിക്കാ തിരുസഭ എന്ന് പറയുന്നത്. തുല്യ മഹത്വവും അന്തസ്സുമുള്ള സഭകളാണ് ഇവയെല്ലാം. വിവിധ സഭാ പാരമ്പര്യങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ച് കൂടി അവർ വിശുദ്ധ ബലി അർപ്പിച്ചു. ഓരോ ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ബലിയർപ്പണങ്ങൾ, അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ളത്, കാൾഡിയൻ പാരമ്പര്യത്തിലുള്ളത്, ഇതെല്ലാം യുക്രൈനിയൻ പാരമ്പര്യത്തിലുള്ളത്, ഇതെല്ലാം ആചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നടന്ന ആ യോഗത്തിൻ്റെ അവസാനം പരിശുദ്ധ പിതാവ് അവരെ അഭിസംബോധന ചെയ്തു. മാർപ്പാപ്പ പറഞ്ഞു, പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യം സാർവത്രിക സഭയ്ക്ക് മുതൽക്കൂട്ടാണ്. അതിനെ ഇല്ലായ്മ ചെയ്യരുത് എന്നതാണ്. അത് വളരെയധികം വിലമതിക്കേണ്ടതാണ്, അമൂല്യ നിധിയായി കാണേണ്ടതാണ്. ഈ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് മാർപ്പാപ്പ പറഞ്ഞു. 23 സഭകളിൽ നിന്നുള്ള മേലധ്യക്ഷന്മാർ, ഒപ്പം അനേകം വിശ്വാസികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. സത്യത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, തൻ്റെ ആദ്യ പൊതുപരിപാടികളിൽ ഒന്ന് ഇതായതിലുള്ള വലിയ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നുവെന്ന് അത് മാർപ്പാപ്പ വ്യക്തമാക്കി. പൗരസ്ത്യ സഭകളെ മാനിക്കുന്ന ഒരു ചിന്ത എന്തുമാത്രം വ്യക്തമായി സഭയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് മാർപ്പാപ്പയ്ക്കുണ്ട് എന്നതിൻ്റെ തെളിവാണ്. പൗരസ്ത്യ സഭകളോടൊപ്പം ആയതിലുള്ള സന്തോഷം, അവരെല്ലാവരെയും കൂടെ, നിങ്ങൾ അധികാരികളെല്ലാം ഒന്നിച്ച് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചു. പൗരസ്ത്യ സഭകൾ തങ്ങളുടെ പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മാർപ്പാപ്പ അവരോട് ആഹ്വാനം ചെയ്തു.
പൗരസ്ത്യ ദേശത്തിൻ്റെ മരുന്ന് സഭയ്ക്ക് ആവശ്യമുണ്ട് എന്നും മാർപ്പാപ്പ പറഞ്ഞു. അങ്ങനെ സഭ പൂർണ്ണമാവുകയുള്ളൂ എന്ന അർത്ഥത്തിൽ. നിങ്ങളെ നോക്കുമ്പോൾ മാർപ്പാപ്പയുടെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉത്ഭവത്തിൻ്റെ വൈവിധ്യം, നിങ്ങളുടെ മഹത്തായ ചരിത്രം, നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചതും ഇപ്പോഴും സഹിക്കുന്നതുമായ കൈപ്പേറിയ കഷ്ടപ്പാടുകൾ എന്നിവ ഞാൻ ഓർക്കുന്നു എന്ന് എടുത്തു പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മുടെ പൗരസ്ത്യ സഭകൾ പലതും മതപീഡനത്തിനിരയായി നഷ്ടപ്പെട്ടു പോയതാണ്, നശിച്ചു പോയതാണ്. അത് ചെറുതായി പോകുന്നതിൻ്റെ കാരണം അതായിരുന്നു. സഭയെ പണ്ട് പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭയും എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പല പൗരസ്ത്യ സഭകളും ഇപ്പോൾ നാമമാത്രമായി നിലനിൽക്കുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സീറോ മലബാർ സഭ ശക്തമായ ഒരു സഭയാണ്. നമുക്കറിയാം, പൗരസ്ത്യ സഭകളിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒന്നാണിത്. പൗരസ്ത്യ സഭകൾ സംരക്ഷിക്കുന്ന അതുല്യമായ ആത്മീയവും ദൈവശാസ്ത്രപരവുമായ പാരമ്പര്യങ്ങൾ, ക്രിസ്തീയ ജീവിത ശൈലി, സിനഡാത്മകത, ആരാധനക്രമം എന്നിവ വിലമതിക്കണം എന്നും മാർപ്പാപ്പ പറഞ്ഞു. മറ്റുള്ളവരെല്ലാവരും അത് വിലമതിക്കണം, അത് ബഹുമാനിക്കണം എന്നും പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ലയോ മാർപ്പാപ്പ സന്തോഷത്തോടെ എടുത്തു പറയുകയാണ് ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ ബോധ്യം എന്നെയും നയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമനും മറ്റ് മാർപ്പാപ്പന്മാരുടെയും ലയോ 13-ൻ്റെയും പ്രത്യേകിച്ച് മാർപ്പാപ്പ ഇവിടെ എടുത്തു പറഞ്ഞു. പ്രബോധനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ചിന്തകൾ പങ്കുവെച്ചത്. പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങൾ, പ്രത്യേകം ആരാധനക്രമത്തിൻ്റെ പ്രാധാന്യം മാർപ്പാപ്പ വളരെ സുന്ദരമായി എടുത്തു പറയുകയും ചെയ്തു ഈ പ്രസംഗത്തിൽ. സ്വന്തം നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ടവരെ നിരവധി പേരുണ്ട് പൗരസ്ത്യ സഭകളിൽപ്പെട്ടവർ. അവരുടെ അവസ്ഥയെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിക്കാൻ പരിശുദ്ധ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ജന്മദേശത്തോടൊപ്പം മതപരമായ സ്വത്വവും നഷ്ടപ്പെടാനിടയുണ്ട് അങ്ങനെ കുടിയേറിപ്പോയവരെ, ചിതറിക്കപ്പെട്ടവർക്ക്. അതുകൊണ്ട് പൗരസ്ത്യ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് തന്നെ വീണ്ടും വീണ്ടും ഊന്നി ഈ പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ നമുക്കുണ്ട്. റോമിലെ പരിശുദ്ധ പിതാവിൻ്റെ ഒരു തിരുസംഘമാണ്. ഇങ്ങനെയുള്ളവരുടെ പൈതൃകം സംരക്ഷിക്കാൻ സഹായിക്കണമെന്ന് അവരോട് മാർപ്പാപ്പ പറഞ്ഞു. അതിൻ്റെ പ്രീഫെക്റ്റും അതിൽ പങ്കെടുത്തിരുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ലത്തീൻ രീതിയിൽപ്പെട്ട മെത്രാന്മാർ, നമ്മൾ ചെല്ലുന്ന വലിയ രാജ്യങ്ങളിലൊക്കെ ലത്തീൻ പാരമ്പര്യമാണല്ലോ ഉള്ളത്. അവരുടെ സഹായം ഇവർക്കുണ്ടാകണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. അതിന് പറ്റുന്ന കർമ്മപരിപാടികൾ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ചെയ്തു കൊടുക്കണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ സഭകളുടെയും പാത്രിയാർക്കീസ്മാർ, മേജർ ആർച്ച് ബിഷപ്പ്മാർ, കർദിനാളന്മാർ, മെത്രാന്മാർ, ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ജൂബിലി ആഘോഷമായിരുന്നു പൗരസ്ത്യ സഭകളുടേത് എന്നത് നമുക്ക് ഓർക്കാം. പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രിഗേഷൻ്റെ പ്രസിഡന്റ് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിയും ഇതിന് നേതൃത്വം കൊടുക്കുകയും പങ്കെടുക്കുകയും ചെയ്തു. വിവിധ രീതികളിൽപ്പെടുന്നവരുടെ, ഞാൻ പറഞ്ഞല്ലോ, വിവിധ പാരമ്പര്യങ്ങളിൽപ്പെട്ടവർ, ബൈസന്റൈൻ പാരമ്പര്യങ്ങൾ, ബൈസന്റൈൻ റീത്ത്, അതുപോലെ തന്നെ ഗ്രീക്ക് മെൽക്കീത്ത റീത്ത്, കാത്തലിക് ഉണ്ട്, യുക്രൈൻ ഗ്രീക്ക് കത്തോലിക്ക സഭ, റുമേനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ, ഇതെല്ലാം പ്രബലമായ ഓറിയന്റൽ സഭകളാണ്. അവരുടെ എല്ലാം സഭാധ്യക്ഷന്മാർ ഇതിൽ പങ്കെടുത്തു. മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിൽപ്പെട്ടവർ അത് ഗൗരവപൂർവ്വം സ്വീകരിച്ച് അവരുടെ പാരമ്പര്യങ്ങൾ നിലനിർത്താൻ പരിശ്രമിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രതീക്ഷാ നിർഭരമായ സന്ദേശങ്ങളാണ് ഈ ഒരാഴ്ചക്കാലം പരിശുദ്ധ പിതാവ് ലോകത്തിന് നൽകിയത്, പത്രപ്രവർത്തകർക്ക് നൽകിയത്, കർദിനാളന്മാർക്ക് നൽകിയത്, സഭയുടെ മിഷണറി ചൈതന്യത്തെക്കുറിച്ചുള്ള വലിയ ശക്തമായ അവബോധം നൽകിയത് എല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതെല്ലാം മുന്നോട്ടുള്ള മാർപ്പാപ്പയുടെ യാത്രയിൽ ശക്തിയായി തീരട്ടെ.
നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ധീരതയോടെ സഭയെ നയിക്കാൻ വിവായിൽ പാപ്പ